കൊല്ലം അഴീക്കലിൽ സ്വകാര്യ ബാങ്ക് ജപ്തി ചെയ്ത് വീട് തുറന്നുകൊടുത്ത CR മഹേഷ് MLA. വീട്ടുകാരുടെ വസ്ത്രങ്ങളും സർട്ടിഫിക്കറ്റുകളും പുറത്തെടുക്കാൻ വേണ്ടിയാണ് വാതിലിന്റെ പൂട്ട് തകർത്തത്. ചോളമണ്ഡലം ഫിനാൻസിയേഴ്സാണ് അനിമോന്റെ വീട് ജപ്തി ചെയ്തത്. സർട്ടിഫിക്കറ്റും വസ്ത്രവും എടുക്കാൻ അനുവാദം ചോദിച്ചിട്ട് നൽകിയില്ല എന്ന് കുടുംബം ആരോപിച്ചു. ഇതിന് പിന്നാലെയാണ് MLAയുടെ ഇടപെടൽ. സർട്ടിഫിക്കറ്റ് എടുത്തോ? എന്തായിരുന്നു വീട് ജപ്തിയായി കഴിഞ്ഞ് ആരും ഹെൽപ്പ് ചെയ്യുന്നില്ലായിരുന്നു. അങ്ങനെ ഇപ്പൊ വീഡിയോ ഒക്കെ ചെയ്ത് എല്ലാരും പറഞ്ഞ് CWC-കാരൊക്കെ അറിഞ്ഞ്, ഇപ്പൊ MLA സാർ അറിഞ്ഞ്, MP സാറൊക്കെ പറഞ്ഞ് കൂടെ നിക്കാം എന്നൊക്കെ പറഞ്ഞു. സർട്ടിഫിക്കറ്റ് എടുത്ത സന്തോഷം. ആദ്യം ഇവരൊക്കെ പറഞ്ഞ ഒന്നും എടുക്കാൻ പറ്റത്തില്ല എന്നാ. ഇപ്പൊ എടുത്തപ്പോ ഭയങ്കര സന്തോഷം. ഇനി മുന്നോട്ടൊരു കാര്യങ്ങൾ പഠിക്കണം, പഠിച്ചത് എന്തായാലും തിരിച്ചു പിടിക്കണം. അതൊക്കെയാ ഇനിയുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട് എല്ലാം എടുക്കാൻ പറ്റി. ഇപ്പൊ ഒരു മത്സ്യമേഖലയാണ്, പാവങ്ങളാണ്. ഒരു കൈക്കുഞ്ഞുണ്ട്. അവിടുത്തെ വീട്ടുകാരിക്ക് കണ്ണ് കാഴ്ചക്കുറവുണ്ട്. 2 പെൺകുട്ടികളാണ്. അപ്പൊ മൂത്ത മകൾക്ക് +1 അഡ്മിഷൻ കിട്ടി. ട്രയൽ കിട്ടി കുടുത്തറ സ്കൂളിലാണ്. ആ പെൺകുട്ടിയുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ആധാർ, റേഷൻ കാർഡ്, തിരിച്ചറിയൽ കാർഡ്, സകല രേഖകളും കുഞ്ഞുങ്ങളുടെ അവരുടെ സ്ത്രീകളുടെ അടിവസ്ത്രം ഉൾപ്പെടെ മുഴുവൻ സാധനങ്ങളും ഇതിനകത്താണ്. ഇപ്പോഴാണ് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ. ഇപ്പം മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നോട്ടീസൊക്കെ വന്നു കാണും. മത്സ്യമേഖലയൊക്കെ പട്ടിണിയിലാണ്, കൊടും പട്ടിണിയാണ്. വീട് വെക്കാനെടുത്തൊക്കെ എടുത്ത് വായ്പയായിരിക്കാം. നമ്മൾ വായ്പ അടയ്ക്കുന്നതിനെയോ കോടതിയുടെ അധികാരത്തെയോ അല്ലെ ബാങ്കിന്റെ അധികാരത്തെയോ ഒന്നും ചോദ്യം ചെയ്യുന്നുണ്ട്. ലിജോ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ലിജോ, എപ്പോഴാണ് ഈ സംഭവം നടന്നത്? ഈ തുടർ നടപടികൾ ഏതെങ്കിലും തരത്തിൽ MLAയുടെ ഭാഗത്തു നിന്നും ഇനി ഉണ്ടാകുമോ? പ്രത്യേകിച്ച് സ്വകാര്യ ഫൈനാൻസാണ് ഈ വീട് ജപ്തി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ കുടുംബം എന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യം ഇവിടെ ബാക്കിയാണ്. എന്താണ് വാർത്തയുടെ വിശദാംശം? ഇന്ന് വൈകുന്നേരത്തോടുകൂടെയാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി MLAയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് MLAയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അവിടെ എത്തുകയും ആ വീടിന്റെ പൂട്ട് പൊളിച്ചതിന് ശേഷം ആ വീട്ടുകാർക്ക് ആശ്വാസകരമായിരിക്കുന്ന ഒരു നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇവർ 18 ലക്ഷം രൂപയാണ് ഈ ചോളമണ്ഡലം ഫിനാൻസിയേഴ്സിൽ നിന്നും ലോൺ എടുത്തത്. 6 ലക്ഷം രൂപ അടച്ചു. പക്ഷെ അതിനുശേഷം ഈ ഭാര്യയ്ക്ക്, അതായത് 5-അംഗ കുടുംബമാണ് അവിടെ താമസിക്കുന്നത്. ഈ അനിമോൻ, ഭാര്യ അശ്വതി, മകൾ അനന്യ, പിന്നെ മറ്റൊരു മകൾ ആരാധി, ഒപ്പം തന്നെ മൂന്നാമത്തെ കുട്ടിക്ക് 9 മാസം മാത്രമാണ് പ്രായം. ഈ ഭാര്യയ്ക്ക് കണ്ണിന് അസുഖം വന്നതോടുകൂടെ പിന്നെ തിരിച്ചടവ് മുടങ്ങി 21 ലക്ഷം രൂപ അടയ്ക്കണം എന്നുള്ളൊരു നിർദ്ദേശം വരികയും ചെയ്തു. ഇതിന് പിന്നാലെ അവർ ഈ ചികിത്സയ്ക്കായി പോയ സമയത്തായിരുന്നു ഈ ബാങ്കിന്റെ ഭാഗത്തു നിന്നൊരു ജപ്തി നടപടിയിലേക്ക് കടന്നത് എന്നുള്ളതാണ് ഈ കുടുംബം തന്നെ പറയുന്നത്. MLAയും പറയുന്നത് തന്നെയാണ്, ജപ്തിക്കെതിരെയല്ല, പക്ഷെ അവരുടെ ഒരു സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള മറ്റ് രേഖകൾ എടുക്കാനായിട്ട് ഒരു അനുവാദം, വസ്ത്രം, അതായത് കുഞ്ഞുകുട്ടിയുടെ വസ്ത്രം പോലും എടുക്കാൻ അനുവാദം നൽകാത്തതിനെതിരെയായിരുന്നു ഇത്തരത്തിൽ MLAയുടെ നേതൃത്വത്തിൽ വീട് പൊളിക്കുകയും വീട്ട് പൊളിച്ചതിന് ശേഷം ആ വസ്തുക്കൾ എടുത്ത് തിരികെ വീട് പൂട്ടിയതിനു ശേഷമാണ് MLA മടങ്ങിയത്. മാത്രമല്ല, ഈ മൂത്ത കുട്ടി 10ാം ക്ലാസ്സിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ ഉൾപ്പെടെ വാങ്ങി മിടുക്കിയായി പഠിച്ച ഒരു കുട്ടിയാണ്. തുടർ പഠനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുകയും കുട്ടിക്ക് ഒരു സൈക്കിൾ ഉൾപ്പെടെ സമ്മാനിച്ച ശേഷമാണ് നൽകിയത്. ഈ കുട്ടി ഇവരുടെ അവസ്ഥ മനസ്സിലാക്കിയ ഉടൻ തന്നെ ഇവരെ ഈ ഒരു ക്ഷേത്രത്തിന്റെ, അതായത് സംരക്ഷണയിലേക്ക് മാറ്റിയും അവിടുത്തെ സത്രത്തിലാണ് നിലവിൽ അവർ താമസിച്ചു പോകുന്നത്. അപ്പോൾ തുടർന്ന് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം നോക്കി മറ്റ് നടപടികൾ സ്വീകരിക്കുമെന്നുള്ളൊരു കാര്യമാണ് MLA അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ലിജോ, ബാങ്കിന്റെ ഭാഗത്തു നിന്ന് നൽകുന്ന ഒരു വിശദീകരണം എന്താണ്? നോക്കൂ, അവരുടെ വസ്ത്രങ്ങൾ ഉൾപ്പെടെ, അവർ പറയുന്ന പ്രതികരണം നമുക്ക് കേൾക്കാം. വസ്ത്രങ്ങൾ ഉൾപ്പെടെ, സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ പോലും എടുക്കാൻ സമ്മതിക്കാതെ, മാനുഷികമായ പരിഗണന പോലും നൽകാതെയാണ് ബാങ്കിന്റെ സമീപത്തു നിന്നും ഇത്ര ക്രൂരമായ, ഹീനമായ ഒരു പ്രവൃത്തി നടന്നത്. അപ്പോൾ ബാങ്കിന്റെ ഒരു വിശദീകരണം എന്താണ്? അത് സംബന്ധിച്ച്, അതായത് ഇവർ വർഷങ്ങൾക്ക് മുൻപ് ലോൺ എടുക്കുന്നു, അതിന്റെ തിരിച്ചടവ് മുടങ്ങുന്നു, പലതവണ നോട്ടീസ് ഉൾപ്പെടെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത അത്രത്തോളം MLA പറഞ്ഞതുപോലെ തന്നെ ഓരോ ദിവസത്തെ കാര്യം വളരെ കഷ്ടപ്പെട്ടാണ് അവർ നടത്തിക്കൊണ്ടു പോയിരുന്നത്. അതിനിടയ്ക്ക് അസുഖം കൂടെ വന്നതോടുകൂടെയാണ് ആകെ താറുമാറായത്. ഈ ജപ്തി നടപടിക്കെതിരെ കുടുംബം ഒന്നും പറയുന്നില്ല. ബാങ്കിന്റെ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതായത് അവർ ഈ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഈ വീട് തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു നടപടിയിലേക്ക് കടന്നത്. അത് തന്നെയാണ് ജപ്തിയിൽ കലാശിക്കുകയും ചെയ്തത്. കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് ജപ്തി നടപടികളൊക്കെ നടക്കുകയും ചെയ്തത്.
പക്ഷെ ഒരു മാനുഷിക പരിഗണന നൽകി അവരുടെ ഒരു വസ്ത്രവും സർട്ടിഫിക്കറ്റും എടുക്കണമെന്നുള്ള ഒരു ആവശ്യം മാത്രമാണ് ആ കുടുംബം മുന്നോട്ട് വെച്ചത്. പക്ഷെ അതിന് പോലും അനുവദിക്കാതെ വന്നതോടുകൂടെയാണ് MLA ഉൾപ്പെടെ ഇടപെടുകയും ചെയ്തത്. നിലവിൽ അവർ ഓച്ചിറ സത്രത്തിലാണ്, അതേ ക്ഷേത്രത്തിന്റെ കീഴിലുള്ള സത്രത്തിലാണ് അവർ താമസിച്ചു പോകുന്നത്. എന്തായാലും തുടർ നടപടികൾ, അതായത് MLA പല സുമനസ്സുകളെയും ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ഇനി എന്താണ് ചെയ്യാൻ കഴിയുക, ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു അനുകൂലമായ നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ള എല്ലാ വശങ്ങളും പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. കാര്യം ഒരു 9 മാസം പ്രായമായ ഒരു കൈക്കുഞ്ഞുമൊക്കെ ആയിട്ട് എത്ര നാൾ ഒരു കുടുംബത്തിന് ഒരിടത്ത് മാറി ചെന്ന് താമസിക്കാൻ കഴിയുമെന്നുള്ള കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഒരുപക്ഷെ നല്ല രീതിയിൽ ആരെങ്കിലും സഹായിച്ചുകൊണ്ട് അവർക്ക് ഇവിടെ തന്നെയോ അല്ലെങ്കിൽ മറ്റൊരു ചെറിയ വീട്ടിലേക്കോ മാറാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. കൊല്ലം അഴീക്കലിലാണ് ചോളമണ്ഡലം ഫിനാൻസിയേഴ്സ് ജപ്തി ചെയ്ത ബാങ്ക് CR മഹേഷ് MLA തുറന്നു കൊടുത്തത്. വീട്ടുകാരുടെ വസ്ത്രങ്ങളും സർട്ടിഫിക്കറ്റുകളും പുറത്തെടുക്കാനാണ് MLA വീടിൻ്റെ വാതിൽ പൂട്ട് തകർത്തത്. ഇപ്പോൾ ഇവരെ മറ്റൊരു സത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു ലിജോ.